അയമ്പു ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗിന്റെ പാട്ടും കണ്ടുപിടിച്ച അവസാനം. എന്തൊരു കഷ്ടാണ്. ഞാനൊക്കെ LKG പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് പറയേണ്ടാവുന്നത്. അതും കൂടി കത്തിക്കാൻ ഇവിടെ റെഡിയല്ല. അപ്പോഴാണ് ഇവിടെ വലിയൊരു പാചകക്കാരി വന്ന് നിൽക്കുന്നത്. എന്തൊരു വാഴക്കൂമ്പ് തോരൻ, വാഴപ്പൂവോ വാഴക്കൂമ്പ് കൊടപ്പൻ, അങ്ങനെ പല പേരുണ്ട് ഇതിന്. ഇപ്പൊ നോക്കൂ, ഈ തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് വാഴയിൽ എന്തൊക്കെ സാധനങ്ങൾ മനുഷ്യന് ഉപയോഗിക്കൂലേ. വാഴക്കൊല അത് പച്ചക്കുള്ളപ്പോൾ കായപ്പേര് വെച്ച് കഴിക്കും. പഴുത്ത് കഴിഞ്ഞാൽ അത് പഴമായിട്ട് കഴിക്കും. അതിൻ്റെ ഇല എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ വെക്കും. എന്നിട്ട് അതിൻ്റെ കൂമ്പടക്കം കുത്തിപ്പൊടിച്ചിട്ട് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളുണ്ടാകും. അതിനല്ലേ അല്ല നിന്റെ ഇപ്പം നിന്റെ കൂമ്പടിച്ച് പൊട്ടിക്കുന്നൊക്കെ പറയും പോലെ വാഴ കൂമ്പാണ് അത് വെറുതെ വിടില്ല. ഒരു കൊല്ലം മാത്രം ജീവിക്കുന്ന ഈ വാഴയ്ക്ക് എന്തോരം ശിക്ഷയാണെന്ന് ആലോചിച്ച് നോക്കണം. അതിന് വേണ്ട സാധനങ്ങള് ചെറിയ ഉള്ളി, നാളികേരം, ചതച്ചമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് നാളികേരക്കൊത്ത്. അതെ. പിന്നെ നമുക്ക് കടുക്. ഇത് കടുകല്ല, എണ്ണയാണ്. ഇതിനെ കടുക് എന്ന് പറയില്ല. നമ്മുടെ മലയാളികൾ ഇതിനെ എണ്ണ എന്ന് പറയും. അല്ല, എണ്ണയാണ്. അത് കടുക് വേണമെന്ന് പറയാം. കടുക് വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരണ പോയിട്ട്. പിന്നെന്താ ഉദ്ദേശിച്ചത്? കടുകിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. കടുക് വേണമെന്ന് പറഞ്ഞാൽ എണ്ണയാണല്ലോ ഒഴിക്കണതമ്മ. അപ്പൊ കടുകില്ല. അപ്പൊ എണ്ണ ഒഴിക്കുമ്പോ എണ്ണ ഒഴിക്കാന്നാണല്ലോ പറയാ. അപ്പൊ കടുക് എന്ന് പറയില്ലല്ലോ. നാക്കൊന്ന് പിഴച്ചാ മതി, ജീവിതം കുട്ടിച്ചോറായി പോവും. നാക്ക് പിഴക്കാണ്ടിരിക്കണം. അമ്മയല്ല പറഞ്ഞു കൊടുക്കണം, മകനെ സൂക്ഷിച്ച് സംസാരിക്കണം, ക്ഷമ വേണം. ഞാൻ എപ്പോഴും ആലോചിക്കട്ടോ അമ്മ ഇടയ്ക്കിടയ്ക്ക് ക്ഷമ വേണം പറയുമ്പോ, ക്ഷമ വേണമെങ്കിൽ അവന്റെ അച്ഛനും അമ്മയും കൂടി സമ്മതിക്കണ്ടേ? വല്ലവന്റെ വീട്ടിലെ കുട്ടിയെ ഞങ്ങള് വേണം പറഞ്ഞ് ഞങ്ങക്ക് തരുമോ? പിന്നെ വേറെ ക്ഷമയുണ്ടോ? അതെന്താ? ഓ, എനിക്ക് ഉള്ളതും അമ്മയ്ക്ക് ഇല്ലാത്തതുമായത്. ഓ, അപ്പടിയാ, അങ്ങനെയാ. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് പറയേണ്ടി വരും. എന്താടാ പച്ചക്കറി കാണിക്കുമ്പോ നിനക്കൊരു ചൊറിച്ചല്? അതല്ല അമ്മ. അതെന്താ അറിയോ, ഇവന് പച്ചക്കറി എന്ന് പറഞ്ഞ ഒരു 2 ദിവസം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാ പിന്നെ ഇവന് പച്ചക്കറി ഇതാണോ ഒരു ചോദ്യം. അതുപോലെ ഇവ മാത്രല്ല കേട്ടോ, വേറൊരാളും കൂടി ഉണ്ട്, അനുമോള്. അവള് 2 ദിവസമൊക്കെ കൂട്ടും പച്ചക്കറി. പച്ചക്കറിയൊക്കെ കൂട്ടുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു നോൺ വെജ് വേണം. അതന്നെയല്ല ഞാനും ചെയ്യുന്നത്. ഇവനും അതന്നെ, അവളും അതന്നെ. പക്ഷെ എന്റെ ചെറിയതില്ലേ, എന്റെ ചോട്ടു, അവൻ ദിവസം നിങ്ങൾ പച്ചക്കറി കൊടുത്താലും കുഴപ്പമില്ല, നോൺ വെജ് കൊടുത്താലും എന്താ കൊടുക്കുന്ന അത് കൊടുക്കും. അല്ല, ഏത് കണക്കിനാണ് അവനെ ചെറിയത് നമ്മ വിളിക്കുന്നത്? എന്റെ ശബ്ദല്ലേ, ചെറിയ കുട്ടിയല്ലേ. ഏത് ഇപ്പഴോ? എനിക്ക് വയ്യ. അപ്പൊ ഇനി ഈ വെളുത്തുള്ളി, ഇത് ഇതിന്റെ ചോക്കര മൂക്കൊന്നും വേണ്ട നാളികേരം. അപ്പൊ ഇനി വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളിനെ പുറകെ നമുക്ക് ഈ പച്ചമുളക് ഇട്ടു. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സബോള ഇടാം. അല്ല, ചെറിയുള്ളിയാണ്, സബോള അല്ല കേട്ടോ. അതാണ് ചിലപ്പോൾ തെറ്റിപ്പോകും. ഓക്കെ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഇത്രയൊക്കെ ആയാൽ മതി. ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന്. ഇനി എന്താ പറയാ, വാഴപ്പൂ അരിഞ്ഞത്, അത് ഇത്തിരി മഞ്ഞൾ, പിന്നെന്താ അല്ല വെളിച്ചെണ്ണയൊക്കെ പരത്തി വെച്ച് പിന്നെ 2 പ്രാവശ്യം കഴുകിയതാണ്. കല്യാണത്തിന് പോകണ്ടോ? അല്ല, അതിനൊരു കറയുണ്ട്. കറയുണ്ടാവും. അപ്പൊ കറൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കളയാൻ പറ്റൂലേ? അല്ല, ചിലതിന് അങ്ങനെയാണ്. അതിന് പിന്നെ എങ്ങനെ കളയാ? മനസ്സിലായോ? പറയില്ല, കുട്ടിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിൽ ഉപ്പ് ആവശ്യത്തിനുണ്ട്. കുറയല്ലോ, അപ്പൊ ഇത്തിരി ഉപ്പിട്ട. അപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ ഇത്തിരി കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് കുടിച്ചാൽ മതിയല്ലേ? ചിലപ്പോ മതിയാവുമായിരിക്കും. ഈ ബുദ്ധി കൊണ്ടല്ല ഞാൻ നടക്കണത്. പിന്നെ എങ്ങനെയാ ഞാൻ ബുദ്ധിശാലിയാവുക? എന്നിട്ട് അമ്മ വളർത്തിയ മകനെ അമ്മ എന്നെ മണ്ടെന്ന് വിളിക്കുക. മണ്ടനാക്കല്ലേ? പിന്നെ കുറച്ച് കറിവേപ്പില. ഇന്ന് സീരിയസ് ആയിട്ട് 2-3 ചോദ്യം ചോദിക്കാനുണ്ട്. അയ്യോ, ഇനിയിപ്പോ എന്നോട് ചോദ്യം ചോദിക്കാൻ പോവാ? വിചാരം എന്താടാ?
നമ്മളെ ആരാന്നാ വിചാരം? നമ്മൾ ആദ്യം കണ്ട പിന്നെ ഗുരു. മാഷം വരില്ല നീ. അയ്യോ എൻ്റെ അമ്മ ഇപ്പൊ വിദ്യാർത്ഥിമാർ മാഷിനോടല്ലേ സംശയം ചോദിക്കുക. അപ്പൊ എന്റെ മാഷ അമ്മയല്ലേ, ഇപ്പൊ അടുത്തുള്ള മാഷ അമ്മയല്ലേ, എന്നെ LKG പഠിപ്പിച്ച മാഷൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അമ്മേനോട് ചോദിക്കാം. അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ട്. അമ്മ പേടിക്കൊന്നും വേണ്ട, അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നും ചോദിക്കില്ല. ഈ സാധനം ചെയ്യും ഏ സാധനം നല്ലതറിയത്, ആരോഗ്യത്തിന് നല്ലതാണ്. നീ വാഴയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കൽപ്പവൃക്ഷം പോലെ തന്നെയാണ് ഇതും. നാളികേരം ഇളനീരൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണ്. ഈ വാഴ പെണ്ണാണോ ആണാണോ? ആണും പെണ്ണും. മറ്റൊന്ന് ജന്മം നൽകുന്നത് എന്തും സ്ത്രീയാണമ്മ. അത് വാഴക്കൊല തരുന്നില്ലേ? അപ്പൊ എന്തായാലും ആണൊന്നുമില്ലേ? ആണ് അവിടെ ഉണ്ട്. ഇല്ലേ? അപ്പൊ ആണില്ലാണ്ട് എങ്ങനെയാണ് ഇതുണ്ടായി? അത് എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. ഇത് എന്തോരം ചോദ്യമാ ചോദിക്കണേ കുട്ടികളോട്. നീ ചോദിക്കുന്ന പോലെ ഞാനും. അല്ല, എന്താണോ മറ്റുള്ളതെന്നുള്ള ജന്മം നൽകണത് അതൊക്കെ സ്ത്രീ ആയിട്ടല്ലേ പറയാ. അപ്പൊ മാവ് പ്ലാവ് ഇതൊക്കെ സ്ത്രീയിൽ പെടും. ആ ആണുണ്ട്, അതറിയോ? ഈ ചില പന കണ്ടിട്ടില്ലേ കായില്ലാത്തത്, അതൊക്കെ ആണാണമ്മ. അത് ഞാൻ പറയണത് ഗുണമില്ലാത്തൊക്കെ ആണാണെന്നല്ല, മറ്റൊന്നിനും ജന്മം നൽകാൻ കഴിയുന്നതൊക്കെ പെണ്ണാണെന്നാണല്ലോ ദൈവം പറയുക. അല്ല മനുഷ്യൻ അങ്ങനെയാണുള്ളത്, അതാണല്ലോ സത്യം. അതുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പൊ അമ്മ ക്ഷമ വേണം പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച ക്ഷമയാണെങ്കിൽ കിട്ടില്ല. അമ്മ വിശ്വസിക്കുന്ന ക്ഷമയാണെങ്കിൽ അത് ഉണ്ടാവാൻ. ക്ഷമ മാത്രല്ല, ക്ഷമ മാപ്പ്. ഒരാളെ ക്ഷമ കൊടുക്കലും ഒരാൾക്ക് മാപ്പ് കൊടുക്കലും. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരാൾക്ക് ക്ഷമ എങ്ങനെ കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ അമ്മ നമ്മുടെ മാപ്പ് തരും, റൂട്ട് മാപ്പ്. നിങ്ങൾ വന്ന് ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം കന്നഡ, തെലുഗു, തമിഴ്, ഹിന്ദിയൊക്കെ കലർന്നൊരു മലയാളം ആയിരിക്കും. കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ അമ്മ ലാസ്റ്റ് പറഞ്ഞല്ലേ ക്ഷമയുടെ ഒപ്പം ഒരു മാപ്പ്, അത് റൂട്ട് മാപ്പാണ്, അത് തരും. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ആ വഴിക്ക് നിങ്ങൾ വന്ന് സഞ്ചരിച്ച് വന്നാൽ എന്തിനെങ്കിലും വന്നോ എന്ന് തോന്നിയിട്ട് നിങ്ങൾ തിരിച്ചു പോകും. കാരണം അത്രയ്ക്ക് ബുദ്ധിയാണ് നമ്മുടെ തല നിറച്ച്. എന്റെ തലദർശ ബുദ്ധി ഇതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് അറിയാം. എന്താ പറയുക, ജീവിതം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചുണ്ടി പിടിച്ചിട്ട് എന്നെ ചട്ടകം കൊണ്ട് പൊള്ളിക്കാനോ അല്ലെങ്കിൽ ഇടിക്കാനോ അല്ലെങ്കിൽ ആ മുളക് പൊടി എടുത്ത് എന്റെ കണ്ണീരിടാനൊന്നും വരരുത് കേട്ടോ. ഇപ്പൊ ഒരു റിയാലിറ്റിനെ പറ്റി ചോദിക്കാൻ വേണ്ടി എടുത്തു. ഒരു റിയാലിറ്റി ഷോ ആണെന്ന് വിചാരിച്ചോ അമ്മ. അപ്പം ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങളുടെ കുടുംബം നല്ലൊരു കുടുംബമാണ്, സന്തോഷിക്കണ്ട. അടുത്ത് വരുന്നതാണ് ബോംബ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബമാണ് ഏറ്റവും നല്ല കുടുംബം, സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഭയങ്കര എന്താ പറയുക, യൂണിറ്റിയാണ് കുടുംബത്തിലുള്ള, കുടുംബ ഭദ്രത ഏറ്റവും കൂടുതലാണ്. അങ്ങനെയുള്ള കുടുംബത്തെ എങ്ങനെയാണ് ഒരാൾക്ക് നശിപ്പിക്കാൻ പറ്റുന്നത് ചിന്തിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ മുഴുവൻ ചോദ്യം കഴിയുന്നവരെ ഉത്തരം പറയരുത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ എങ്ങനെ തകർക്കാൻ പറ്റിയറിയോ? അമ്മയുടെ സ്വഭാവമായിരിക്കില്ല എനിക്ക്, എൻ്റെ സ്വഭാവമായിരിക്കില്ല എൻ്റെ അനിയൻ്റെ സ്വഭാവമായിരിക്കില്ല അനിയത്തിയുടെ സ്വഭാവമായിരിക്കില്ല അച്ഛന്, ഇത് ആരിൻ്റെ സ്വഭാവമായിരിക്കില്ല മുത്തശ്ശന്. അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേക സ്വഭാവമായിരിക്കും. ഇവരൊക്കെ ഒത്തുകൂടിയിരിക്കുന്ന ഒരു വീടിൻ്റെ പേരാണ് കുടുംബം. അല്ലാണ്ട് അമ്മ മാത്രം ഒരു കുടുംബാവില്ല, എല്ലാവരും ചേരുമ്പോഴാണ് ഒരു കുടുംബാവുക. അപ്പോൾ ഒരു കുടുംബത്തിനെ നശിപ്പിക്കണം, സന്തോഷം ഇല്ലാണ്ടാക്കണം ചിലർക്ക് ഒരു ഹരമാണ്. അപ്പോൾ അവർ അങ്ങനെ ചെയ്യാൻ അവർ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെ കുടുംബത്തിലുണ്ടാവും എങ്ങനെയാണ് എൻ്റെ കുടുംബത്തിലർക്ക്. എനിക്ക് തന്നെ ഉദാഹരണം സ്പീഡായിട്ട് പറഞ്ഞുതരാം. ഒരു കട, ആ കടയിൽ നിന്ന് 2 മക്കളുണ്ട്. അവർക്ക് ആ ഒരു മക്കൾ മാറി ഓരോ മാസം പലചരക്ക് മേടിക്കും. അങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കട നടത്തുന്ന ഉടമയ്ക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. അവരൊരു ദിവസം പറഞ്ഞു കൊടുക്കുകയാണ്, നീ എന്തിനാ ഈ മാസം നിൻ്റെ ബഡ്ജറ്റ് ഒരുപാട് കൂടിയല്ലോ, കഴിഞ്ഞ മാസം ഇതിൻ്റെ പകുതിയാണ് വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ കേട്ടിട്ട് അവർക്കനുസരിച്ച് തലയാട്ടിയിട്ട് ഇനി മേലാലെ ചോദിച്ചാൽ കൊടുക്കേണ്ടതാണ്. ഏത് മൂത്ത മകൻ പറയുകയാണ്. അടുത്ത മാസം 2ാമത്തെ മകൻ്റെ ബഡ്ജറ്റാണ്. അങ്ങനെയാണ് ആ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത്. കച്ചവടം കിട്ടുന്നതാണ് ആ കടയ്ക്ക്. എന്നിട്ടും കൂടി ആ കടയിലെ വ്യക്തി ഈ മക്കൾ നമ്മുടെ അവിടെ കൊണ്ടുവന്ന് ഇടുകയാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ചില കുടുംബങ്ങളെ കാണുമ്പോൾ അത് എങ്ങനെയെങ്കിലും തകർക്കുന്ന ഒരു ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ അതിൽ ആർക്ക് എവിടെയാണ് വീക്ക്നെസ്, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായിരിക്കും. ആ സ്വഭാവത്തിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും നമ്മുടെ കുടുംബത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറച്ച് ആൾക്കാർ അങ്ങനെ. ഇനി വേറെ കുറച്ച് ആൾക്കാർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, കുറേ കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു തെറ്റോ അവർ ചെയ്തിട്ടുണ്ടാവില്ല. അവൻ്റെ മുകളിൽ ഇങ്ങനെ ആക്രമണമായിട്ട് കുറേ കേസുകൾ ഇങ്ങനെ വന്ന് കേസിന് വേണ്ടി കയറി ഇറങ്ങി നാട്ടുകാർ മുഴുവൻ പറയും, അയ്യോ വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവർ, അങ്ങനത്തവരാണ് ഇങ്ങനത്തവരാണ്, ആ കേസിൽപ്പെട്ടു, ആ കേസ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയില്ല. അതെല്ലാം തീരുമാനിക്കുന്നത് ഒരു കോടതിയായിരിക്കും. ഈ സമയങ്ങളിൽ നമുക്ക് ക്ഷമ പറ്റുമോ? അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമ്മളൊന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നന്നാവില്ല എന്ന മുദ്ര കുത്തുന്ന ചില ആൾക്കാർ. അങ്ങനെ മുദ്ര കുത്തിയിട്ട് ഒരു കാരണം ചെയ്താൽ ഇവന് നന്നാവില്ല, ഇവനെ സഹായിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ തടയുക. ഒരിക്കലും ഇവനെ സഹായിക്കരുത്, ഇവൻ ഒരിക്കലും രക്ഷപ്പെടില്ല, ഇവന് കൊടുത്ത കാശ് വെള്ളത്തിൽ ഹോമം ചെയ്ത പോലെയാവുന്നൊക്കെ പറഞ്ഞ് അതിനെ മിസ്റ്റേക്കായിട്ട് കൊണ്ടുപോയിട്ട് അവൻ്റെ വഴി തടസ്സപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ അമ്മ പറയുന്ന ഈ ക്ഷമ എവിടെ പോയിട്ടാണ് കൊണ്ടുവരിക എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇങ്ങനെ സന്ദർഭങ്ങളിൽ മനുഷ്യന്മാർക്ക് ക്ഷമ വരിക? അങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നവന് മാത്രമേ ആ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അവന്റെ ആ കുടുംബത്തില്
ഒരു പോസിറ്റീവ് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞു എന്ന് വെച്ചോ, അത് കേട്ടിട്ട് ഈ ചെവിന്ന് കേട്ട് ഈ ചെവി ഞാൻ 3 സബ്ജക്ട് പറഞ്ഞു കേട്ടോ. 3 പറഞ്ഞു. ഇപ്പൊ കടയിലെ ആ കാര്യം പറയാം. അവര് പറഞ്ഞല്ലോ, അവര് പറഞ്ഞത് കേട്ടിട്ട് അവൻ ഇനി എന്റെ വീട്ടിലേക്ക് സാധനം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞതല്ല ശരി. അവൻ എന്താ ചെയ്യേണ്ടത്? അവരത് പറഞ്ഞ് കേട്ടല്ലോ. അപ്പൊ അവൻ ആലോചിക്കണം, എന്റെ കുടുംബത്തിലേക്ക് ഞാൻ സാധനങ്ങൾ മേടിക്കുന്നു, ഇവർക്ക് അതുകൊണ്ട് ലാഭമാണ്, ഇവരുടെ കടയിൽ നിന്ന് കച്ചവടം നടക്കണം. ഇത് രണ്ടും നടക്കുന്ന സമയത്ത് ഇവരെന്നോട് ഇത് പറഞ്ഞത് എന്തിനാണെന്ന് ചിന്തിക്കാൻ അവന് ബുദ്ധി ഉണ്ടാവില്ലേ? അപ്പൊ അവനത് മനസ്സിലാക്കിയിട്ട് ഈ ചെവിയിൽ കേട്ടത് വിട്ട് അവന്റെ കാര്യം അവൻ വീട്ടിലേക്ക് എന്നും ചെയ്യും പോലെ ചെയ്യാം. എന്നിട്ട് ഈ മനസ്സിലാക്കി കഴിഞ്ഞില്ലേ, മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവരോട് നിങ്ങൾ ആരാണ്, നീയാണെങ്കിൽ എന്താ പറയാ, നിങ്ങളാരാ എന്റെ വീട്ടിലേക്ക് സാധനം മേടിക്കാന്ന് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് വഴക്കൊക്കെ കൂടി എൻ്റെ അടുത്തേക്ക് വരും. അമ്മ അവരിങ്ങനെ പറഞ്ഞു, ആ കടക്കാർ അവനെന്തിനാ ഞങ്ങനെ പറഞ്ഞു, അവന്റെ കടയിൽ നിന്ന് സാധനം മേടിക്കണ്ട, അങ്ങനെയൊക്കെ ആവും. അത് പാടില്ല. അവിടെ ക്ഷമ. അപ്പോ നമ്മൾ അവരെ മനസ്സിലാക്കി കഴിഞ്ഞു, ക്ഷമിക്കുക. ക്ഷമിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഉൾക്കൊള്ളാതെ നമ്മുടെ കുടുംബത്തിൽ എന്ത് വേണോ അത് നമ്മൾ ചെയ്തുകൊണ്ട് പോയാൽ നമ്മുടെ ആ കുടുംബത്തിന് സന്തോഷം എവിടെയും പോവില്ല. അവർക്ക് ആ പറഞ്ഞതിന് നമ്മുടെ കുടുംബത്തിൽ വീണ്ടും സന്തോഷം ഉണ്ടാവുക, ഒത്തൊരുമ ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് എനിക്ക് തകർക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ക്ഷമ നന്നായില്ലേ, ക്ഷമ വിജയിച്ചു ഇല്ലേ? അതാണ് ഈ ക്ഷമ. അതുപോലെ അവര് നമ്മൾ മാപ്പ് കൊടുത്ത പോലെയായി. കാരണം അവര് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒന്നും പറഞ്ഞില്ല. അവരുടെ വാക്കിനവിടെ നമ്മൾ മാപ്പ് കൊടുത്തു. അപ്പോൾ അത് രണ്ടുമായി. എന്നിട്ട് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക, ഭഗവാനെ എൻ്റെ കുടുംബത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവരിത് എന്നോട് പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ കേട്ടു, ഞാനത് ഇങ്ങനെ ഉൾക്കൊണ്ടു. എല്ലാം അതുപോലെ എൻ്റെ വീട്ടിൽ വേറെ ആരെങ്കിലും കേട്ട് അവരിതുപോലെ വിചാരിക്കണമെന്നില്ലല്ലോ. ഭഗവാനെ നീ തന്നെ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട്, അറിയോ നിനക്ക്? എനിക്കറിയില്ല. പ്രപഞ്ച ശക്തി. എല്ലാം അറിയാം. നമ്മളെന്താണ്, ഇന്നൊരാളെന്താണ്, മറ്റൊരാളെന്താണ്, എന്താണ് ചെയ്യുന്നത് എല്ലാം അറിയാം. അപ്പോ ആ പ്രപഞ്ച ശക്തിയോട് നമ്മൾ ഏൽപ്പിക്കുക, ഇതൊക്കെ നീ തന്നെ നോക്കണം, ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം തകർക്കാനുള്ള വഴിയാണ് ഇവരെനിക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഇത് നീ നോക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനം ഇങ്ങനെ നിലനിൽക്കണേ എന്ന് നമ്മൾ ആ പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങോട്ട് പോകും. നമ്മൾ ആർക്കും തകർക്കാൻ കഴിയില്ല. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത് ക്ഷമ. അവരോട് മാപ്പും കൊടുത്തു. ഇത് നീ വഴക്കിനോ ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നും പോയില്ല. നമ്മുടെ കുടുംബം അതിലേറെ സന്തോഷത്തിന് ജീവിക്കുകയാണെന്ന് വെച്ചോ, ആ സമയത്ത് അവർക്ക് എന്ത് തോന്നും, ഞാൻ എന്തൊക്കെ ചെയ്ത് തകർക്കാൻ നോക്കിയിട്ടും ഈ കുടുംബം തകർന്നില്ലല്ലോ എന്നുള്ളത് അവർക്ക് മനസ്സിലാവുമ്പോൾ തന്നെ അവർക്ക് അപ്പൊരു ചോദ്യം, ഈ പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു കാര്യമല്ലേ? എന്ത് മോശം? പ്രതികരിക്കാൻ കഴിയും. അപ്പോഴേ നീ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പറയട്ടെ, ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷയുണ്ട് തെറ്റ് ചെയ്യുന്നവർക്ക്. അതാ ഭഗവാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും എല്ലാം കാണുന്ന ഭഗവാനാണ്. ഭഗവാന്റെ കണ്ണടയ്ക്കാൻ ഒരിക്കലും ആരെ കൊണ്ടും പറയും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും സത്യസന്ധത ഇല്ല, നമ്മൾ ചെയ്യുന്നത് കളവാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളില്ലേ, ആ തെറ്റുകൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രപഞ്ചശക്തി. അത് എവിടെ ഇരുന്നിട്ടാണ് കണ്ടോട്ടെ. നീ പറയുന്നത് കേക്ക്, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. ആ ശക്തിയുടെ കണ്ണടച്ചിട്ടൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്ത് കളവ് ചെയ്താലും, നീ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് മറ്റുള്ളവർക്കൊരു ദോഷമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഭഗവാൻ ഇത് എൻ്റെ താത്കാലിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യട്ടെ, ഇത് ചെയ്താൽ എനിക്ക് ഇപ്പോൾ താത്കാലികമായുള്ള സന്തോഷം കിട്ടും, അങ്ങനെയൊക്കെ വിചാരിച്ച് മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ആ പ്രപഞ്ചശക്തി കാണുന്നുണ്ട്. ആ പ്രപഞ്ചശക്തിയുടെ മുന്നിൽ നമുക്കൊരിക്കലും അതിന് മാപ്പുണ്ടാവില്ല. ഭഗവാനെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ മുഴുവൻ പറയട്ടെ. അപ്പൊ നിനക്ക് നീ എന്നെ എല്ലാവരോടും പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രപഞ്ചശക്തി എന്താ ചെയ്യാ? അത് ശരി, നീ എന്നെക്കാളും വലിയ പ്രതികരണത്തിന് നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അവിടെ എന്തിനാ പ്രതികരിക്കുന്നത്? അവർക്ക് എന്തിനാണ് അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഭഗവാൻ കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ നമ്മള് എല്ലാം ഭഗവാനിൽ അർപ്പിക്കുക. നമ്മള് അവരെന്ത് ചെയ്താലും അത് അറിഞ്ഞില്ല, നമ്മൾ കണ്ടില്ല എന്ന മട്ടിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യരാണ് ശരിക്കും മനുഷ്യരാവുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ തെറ്റ് ചെയ്യാത്ത തെറ്റ് അത് നീ തെളിയിക്കണേ സർവശക്തനായ ഭഗവാൻ എന്നുള്ള പ്രാർത്ഥന മതി. അതാണ് പകരം വീട്ടിനേക്കാളും നല്ലത്. പകരം വീട്ടുക എന്ന് പറയണത് സ്വയം വിഷം കുടിച്ച് മറ്റുള്ളവർ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ആലോചിച്ചു, ഈ ദൈവമല്ല ഈ മഹാത്മാഗാന്ധിയുടെ കയ്യിലുള്ള 3 കുരങ്ങുകൾ അവിടെ പോയിരുന്നു.
അത് നമ്മുടെ അലമാരയിൽ കൂട്ടി വെച്ചെടുക്കുകയാണ് അല്ലേ? അല്ല, അത് ശരിക്കും പറഞ്ഞല്ലേ ഇതൊക്കെ നമ്മുടെ അല്ല, ഏത് കുരങ്ങാന്ന് മനസ്സിലായോ? അച്ഛനമ്മമാരൊക്കെ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അച്ഛനമ്മമാര് പറഞ്ഞല്ല ഞാൻ ചോദിച്ചത്. ഗാന്ധിജിയുടെ 3 കുരങ്ങില്ലേ, അത് നിങ്ങളുടെ അച്ഛനമ്മമാര് കൊണ്ടുവന്നാ? അല്ല, ഗാന്ധിജി കൊണ്ടുവന്ന 3 കുരങ്ങില്ലേ അമ്മ? അത് എവിടെ പോയെന്ന് ഞാൻ ആലോചിക്കരുത്. കാരണം ഇപ്പൊ ആ 3 കുരങ്ങനെ എവിടെയും കാണാറില്ല. പണ്ട് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എവിടെ പോയാലും ഒരു മാഗസിനിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഷോക്കേസിനുള്ളിലൊക്കെ വെച്ചിട്ടുണ്ടാവും 3 കുരങ്ങ്. 3 കുരങ്ങ് ഇപ്പം നമ്മുടെ കയ്യിലാണ് അല്ലേ? പൊട്ട കാണരുത്, പൊട്ട പറയരുത്, പൊട്ട കേൾക്കരുത്. ആ 3 കുരങ്ങ് ഇപ്പം എവിടെയാണ്? ലോക്കറിലാണ്. അതാണ് മഹാത്മാജിക്ക് തോന്നിയെന്ന് വന്നിട്ട് ആ 3 കുരങ്ങിനെ ലോക്ക് ചെയ്ത് വെക്കാനുള്ള അധികാരം അമ്മയ്ക്കുണ്ടോ? അങ്ങനെ വേണം, അങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുക. എങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, ഇതിൽ കുറച്ച് ചതച്ചമുളക് ആദ്യം നമ്മൾ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായ ചതച്ചമുളക് ഇതിലിട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി നാളികേരം, ചെറിയ നാളികേരം ഇട്ട് കറിവേപ്പില ഇട്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാം. ഓക്കെ. അപ്പം അമ്മ പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോൾ ബോധ്യമായി. കാരണം എന്താ അറിയോ, നമ്മുടെ ഉള്ളിലൊക്കെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. ആ പോസിറ്റീവ് വൈബ് എന്താ? നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ചൈതന്യ ശക്തിയാണ്. ആ ശക്തി ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ എല്ലാത്തിൻ്റെയും മുകളിലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എന്താണ് ഈ പ്രപഞ്ചം എന്ന് ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ല. എത്ര നിഗൂഢ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ കാണാത്ത, ഇനി എത്ര കാണാൻ കിടക്കുന്നുണ്ട്, ഭൂമിയിൽ എത്രയുണ്ട്, കടലിൻ്റെ ഉള്ളിൽ എത്രയുണ്ടെന്നൊന്നും മനുഷ്യൻ മുഴുവനായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? അതല്ലേ അതിൻ്റെ സത്യം. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുക, ഭൂമിയുടെ അടിയിൽ എന്താണ്, ഇതൊന്നും ഒരു വിധം ഒരു പെർസെൻറ്റേജ് മാത്രം നമുക്കറിയില്ല. എത്രയോ അറിയാത്ത രഹസ്യങ്ങളുടെ കലവറയാണ് നമ്മുടെ ഈ ലോകം അല്ലേ? അപ്പോൾ അവിടെ ഒരു ശക്തിയുണ്ട്, ദ ആൽമൈറ്റി വാസ് ദേർ. അതുള്ളത് കൊണ്ട് ആ ശക്തിക്ക് മുകളിലായിട്ട് ഒരു ശക്തിയില്ല എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് വൈബിനെ എന്നും നമ്മൾ മുറുകി പിടിക്കുക. മുറുകി പിടിച്ചിട്ട് എത്ര പേര് നിങ്ങൾ കള്ളനാണെന്ന് പറഞ്ഞാലും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ കുടുംബം തകർക്കാൻ നോക്കിയാലും എല്ലാത്തിനും ദൈവമേ നീ നോക്കിക്കോളെന്ന് പറഞ്ഞ് മൗനം പാലിച്ചു കഴിഞ്ഞാൽ കുറേ വട്ടം ഇതിന് ശ്രമിച്ച ആൾക്കാർ നിങ്ങളെ ഒഴിവാക്കിയിട്ട് അടുത്ത ആളിലേക്ക് പോകുമല്ലോ. കാരണം ഇതിന് തകർക്കാൻ പറ്റില്ല, ഇതിന് വേണ്ടി സമയം കളഞ്ഞിട്ട് കാര്യമില്ല, വന്ന് അടുത്ത ആളിലേക്ക് പോകും. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് നെഗറ്റീവ് വിട്ടു പോകാനും നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് നിലനിൽക്കാനും സത്യം പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത് അല്ലേ? പിന്നെ ഞാനൊരു വേറൊരു കാര്യം കൂടി പറയാം. അല്ല, നമ്മൾ ഇതിനൊക്കെ ക്ഷമിച്ച് ഇതെല്ലാം നമ്മൾ ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെയുള്ള ആത്മാർത്ഥതയുള്ളവർ കൂടി ആയിരിക്കണം. എന്നാലേ ദൈവം കേൾക്കൂ. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഒരു തെറ്റും ചെയ്യരുത്. നമുക്ക് എല്ലാവർക്കും സുഖജീവിതമൊന്നും ആയിരിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പരാധീനങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ സത്യസന്ധത കൈവിടരുത്. നമ്മുടെ മനസ്സ്, നമ്മുടെ നാക്കിലൊന്നും അറിയാൻ നമ്മുടെ മനസ്സിന് വേറൊന്ന് പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യരുത്. കാരണം ഭഗവാൻ ഇതെല്ലാം കാണും. അപ്പം അങ്ങനെയുള്ള എല്ലാവരും തെറ്റുകളൊക്കെ ചെയ്തിട്ട് ഞാൻ അയാളെ ക്ഷമിച്ചു, ഞാൻ മറ്റവരെ ക്ഷമിച്ചു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയല്ല. നമ്മൾ കഴിവതും സത്യസന്ധരായിരിക്കണം. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ഒരു സത്യസന്ധതയൊക്കെ വേണം. എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ദൈവത്തിന് മറന്നിട്ടുള്ള ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യരുത്. അങ്ങനെയുള്ളപ്പോൾ മാത്രമാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. അതും കൂടി വേണം. അല്ലാണ്ട് നമ്മൾ ഒരാൾ എന്തോ പറഞ്ഞു, നമ്മൾ ക്ഷമിച്ചു, നമ്മൾ മാർക്ക് കൊടുത്തു, അതല്ല. നമ്മൾ അതിന് അർഹരായിരിക്കണം. പോയിന്റ് ടു ബി നോട്ടഡ് അല്ലേ? അല്ല, ഞാനെന്ന് ചോദ്യം ചോദിച്ചിട്ട് അമ്മ ഇതിന് കറക്റ്റായിട്ട് ഉത്തരം പറയില്ല എന്ന് ഞാൻ വിശ്വസിച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അമ്മേനൊന്ന് കളിയാക്കട്ടെ എന്ന് പറയുമ്പോൾ അമ്മ ഉത്തരം കൊണ്ട് തകർത്തല്ലോ. അതാടാ പറഞ്ഞത്. ഏത് സമയത്ത് അമ്മ അങ്ങനെ വണ്ടി ആവില്ല. പിന്നെ ഒന്നുണ്ട്, ഒരു കാര്യം മാത്രം എല്ലാവരും മനസ്സിലാക്കണം. എന്താണ് പൊട്ട ജീവനർ മുഴുവൻ ഉയരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്, നല്ല ജീവനൊന്നും എവിടെ എത്തില്ലെന്ന് പറയാൻ പറ്റിക്കാൻ കഴിവില്ല ഉള്ളവൻ പെട്ടെന്ന് രക്ഷപ്പെടും. അത് ശാശ്വതമല്ല. പറ്റിക്കാൻ കഴിവില്ലാത്തവൻ, മറ്റുള്ളവരെ വഞ്ചിക്കാൻ പാടില്ല, പറ്റിക്കാൻ പാടില്ല. ഒരു ബിസിനസ് ആയാലും അതൊരു കന്നിങ് ആയിട്ട് ചെയ്തതായാലും ഒരുപാട് ലാഭം ഞാൻ എടുത്തിട്ട് എന്താ പറയുക, അനീതിയായിട്ടൊരു കാര്യം ചെയ്യാൻ പാടില്ല ചിന്തിക്കുന്നവൻ നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കും. അങ്ങനത്തെ വ്യക്തികൾ രക്ഷപ്പെടാൻ കുറച്ച് സമയം പിടിക്കും. പക്ഷേ രക്ഷപ്പെടുന്നത് ഒരു 1.5 രക്ഷപ്പെടലായിരിക്കും. കാരണം നമുക്ക് ജീവിത അവസാനം വരെ വേണ്ടത് എന്താ അറിയോ? ആരോഗ്യം, നല്ല സ്നേഹിക്കാനുള്ളൊരു കുടുംബം. നമ്മുടെ വ്യക്തിത്വത്തെ പണയം വെച്ചാൽ അതൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ലോക്ക് കണ്ടിട്ടില്ല അമ്മ? ആ ക്ലോക്ക് എങ്ങനെയാണ്? സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് മിനിറ്റ് വരുള്ളൂ. ആ സെക്കൻഡ്സ് മിനിറ്റും കൂടുമ്പോഴാണ് 1 മണിക്കൂറാവുള്ളൂ. അതുപോലെ നല്ലതിന് കാലതാമസം ഉണ്ടാവും. പൊട്ടാന്ന് പറയണത് ബാറ്ററി കേടുവന്ന ഒരു വാച്ച് പോലെയാണ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടുണ്ടാവും സ്പീഡ്. അപ്പോൾ ആൾക്കാരുടെ വിചാരം എന്താ പറഞ്ഞാൽ ഇതാണ് സൂപ്പർ വാച്ച് എന്നല്ല, അത് യഥാർത്ഥ സമയമല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തെറ്റിയ സമയത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം
അല്ലേ? ഫോർ എക്സാമ്പിൾ പറയാം. ഇനിയും എക്സാമ്പിൾ ഉണ്ടോ? നമ്മുടെ മരത്തില് പഴുത്ത ഒരു മാങ്ങയോ ചക്കയോ എന്തോ ആയിക്കോട്ടെ, അതിനൊരു പ്രത്യേക സ്വാദാണ്. അത് പകുതി മുക്കാൽ മൂപ്പൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ ചെയ്ത് പഠിപ്പിക്കും. അതിനാ സ്വാദ് കിട്ടുമോ? ഒരിക്കലും ഇല്ല. അതുപോലെ കഷ്ടപ്പാട് അനുഭവിച്ച് കിട്ടുന്ന ഒരു സുഖം, അല്ലാണ്ട് നമ്മൾ ഒരാളോട് തട്ടിപ്പ് നിർത്തി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ആ സുഖത്തിന് സത്യസന്ധമായ യഥാർത്ഥ പഴത്തിനാണ്, സത്യത്തിന്റെ പഴത്തിനാണ് രുചി കൂടുതലെന്ന് പണ്ടെങ്ങോ ബൈബിളിൽ പറഞ്ഞ പോലെ. സത്യം ബൈബിളിൽ പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മ വന്നു. ബൈബിളിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, കുറച്ച് ദിവസമൊക്കെ പ്രാർത്ഥനാലയത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബൈബിളിൽ പറഞ്ഞ പാസ്റ്റർ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മ വരികയാണ്. എന്ന് വെച്ചാൽ ദൈവം പോലും ഇപ്പോഴും ഈ 3 മണി പ്രാർത്ഥന എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ സത്യം എന്താണെന്ന് പറഞ്ഞാൽ സാത്താനും ദൈവം തമ്മിലൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ 3 മണി സമയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചമുണ്ടായ കാലം മുതൽ ഇന്ന് വരെയും ഈ അർദ്ധരാത്രി സമയമുണ്ടല്ലോ, മനുഷ്യൻ ഗാഠമായ നിദ്രയ്ക്ക് പോണ ആ സമയത്ത് സാത്താനും ദൈവശക്തിയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ട് ആ സമയത്ത് നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയായി മാറുകയാണ്. നമ്മുടെ ഓരോ പ്രാർത്ഥനകളാണല്ലോ ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ദൈവത്തിന് പോലും ഇത്ര യുഗങ്ങൾ കഴിഞ്ഞിട്ടും സാത്താനെ മുഴുവനായിട്ടും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സാധാരണ മനുഷ്യരിടയ്ക്കും സാത്താന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഉയരങ്ങളിൽ എത്തിക്കൊണ്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം സത്യം മരിച്ചു എന്നല്ല, സത്യം പോരാട്ടം നടത്തിക്കൊണ്ടുണ്ട്. അതാണ് സത്യം. അതുപോലെ നിങ്ങളെ തകർക്കാൻ വരുന്ന ഓരോ വ്യക്തികളും തകർക്കാൻ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിക്കണം, എൻ്റെ അമ്മേനെയാണ്, എൻ്റെ അച്ഛനെയാണ്, എൻ്റെ ഭാര്യനെയാണ്, എൻ്റെ മക്കളെയാണ് തകർക്കുന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടായിക്കഴിഞ്ഞാൽ ഇത് എൻ്റെയാണ്, ഇതാരും തകർക്കാൻ ഞാൻ അനുവദിക്കാൻ പാടില്ല എന്ന ചിന്ത തന്നെയാണ് ദൈവവചനം. അത് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ആർക്കും നിങ്ങളെ തകർക്കാനേ സാധിക്കില്ല. തകർക്കാൻ ശ്രമിച്ചവർ നിങ്ങളുടെ വീട് ഉപയോഗിച്ച് അടുത്ത വീട്ടിലേക്ക് പോകും. അതാണ് സത്യം അല്ലേ? അപ്പോൾ ഇന്നത്തെ ജയം അമ്മയുടെ ആയിപ്പോയി. സീരിയസ് മാറ്റർ ആയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. സീരിയസ് മാറ്ററുകൾ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അതെടുത്ത് കുത്തുന്നും ഇതെടുത്ത് തല്ലുന്നൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല. മൂക്കടിച്ച് പൊട്ടിക്കും, നീ മിണ്ടരുത്, എൻ്റെ വായിൽ ഞങ്ങളുടെ പ്ലാസ്റ്റർ ഒട്ടിക്കുന്നൊക്കെ പറഞ്ഞെന്നൊക്കെ അമ്മ പറഞ്ഞത് സത്യമാണോ നുണയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുത് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ ഒരു ചൂറിൽ മേടിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കാരണം കൊണ്ട് എനിക്ക് അല്പം പേടിയൊക്കെ ഉണ്ട്. കാരണം നമ്മൾ വേറെ ആരും പേടിച്ചിട്ട് ഒരു കുടുംബത്തെ പേടിക്കണമല്ലോ. വഴി കൂടെ പോകുമ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അത് നാട്ടുകാരെ അല്പം പേടിച്ചാൽ മതി, വീട്ടുകാരെ കണ്ടമാനം പേടിക്കണം അല്ലേ? നാട്ടുകാരെ പേടിച്ചില്ലെങ്കിൽ പേരുദോഷം ഉണ്ടാക്കും. അല്ല കേൾക്കുവോ? നാട്ടുകാരെ പേടിച്ചില്ലെങ്കിൽ പേരുദോഷം ഉണ്ടാക്കും, വീട്ടുകാരെ പേടിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കും. നാളെ അമ്മ പറയും, അമ്മേൻ്റെ അടുത്ത് അവർ പറയും, ഇനി ഈ ക്യാമറമാനെ വേണ്ട, നിങ്ങൾ മോനേട്ടനെ ആരെങ്കിലും കൊണ്ടുപോയി നിർത്തിയാൽ മതി, ഈ ക്യാമറമാനെ ചവിട്ടി പുറത്താക്കുക പറയും. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താവും. അത് കാരണം കൊണ്ട് താത്കാലികമായിട്ട് ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തിന് ഈ കുറുമ്പ് നിർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥമായിട്ട് എന്നൊക്കെ നിർത്തിയെന്നല്ല. കാരണം ഒരു ചൊല്ലുണ്ടല്ലോ, കന്നഡത്തിലാണ് അത്, ഉട്ടുഗുണ ശത്രുവല്ല എന്ന് പറയും. അത് മലയാളത്തിൽ എന്താ അതിനെ പറയാ, ജന്മനാൾ കിട്ടിയത് അതൊന്നും പോവില്ല. അത് തൂത്താലും മാറിയാലും ഒന്നും പോവില്ല. അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ട് ഞാൻ നന്നാവാൻ ശ്രമിക്കാം പോരെ. അപ്പൊ ഇത് കൂട്ടി കഴിക്കാൻ ഞാൻ ഉണ്ടാവില്ല, അമ്മ എന്തായാലും ഉണ്ടാവും. അതെ, ഇതും പിന്നെ എന്ത് ഞാന് വെണ്ടയ്ക്ക പുളിങ്കറിയും വെക്കുന്നുണ്ട്, പിന്നെ ഒരു ഓംലെറ്റും. അത്ര തന്നെയാണ്. വെറും ഒരു ഓംലെറ്റ് തന്നാൽ മതി. അപ്പൊ ഇവര് വെറും ഒരു ഓംലെറ്റ് കൂട്ടി കഴിക്കും. വെണ്ടയ്ക്ക പുളിങ്കറി ഒക്കെ നീ കൂട്ടുമല്ലോ, അതിന്റെ ചാറ് കൂട്ടും മീൻകറി വെക്കും പോലെ. തല്ലുകൊള്ളാണ്ടിരിക്കാൻ വേണ്ടി പറയാം, ഞാൻ കൂട്ടും. അപ്പൊ ഇതൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ വരുന്നോ? ഭീഷണിപ്പെടുത്തി ആരും വരില്ല, കൈ താഴെ ഇട് എന്നാ വരും. ഇത് ഭീഷണി എന്നല്ല അവർക്കറിയാം. ഓക്കെ, ബൈ. ഒരിക്കൽ കൂടി ശരി.